നമസ്കാരം. രാജ്യത്ത് കനത്ത ചൂട് തുടരുന്നു. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള രണ്ടാമത്തെ നഗരമായി മസ്കറ്റിനെ തെരഞ്ഞെടുത്തു. പ്രവാസി സ്ത്രീകളെ അപമാനിക്കുകയും മോഷണം നടത്തുകയും ചെയ്ത സംഭവത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിൽ കനത്ത ചൂട് തുടരുന്നു. മിക്ക സ്ഥലങ്ങളിലും 49 ഡിഗ്രിക്ക് മുകളിലാണ് താപനില. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ഹംറ അതുറുയിലാണ്. 49.9 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ അനുഭവപ്പെട്ട ചൂട്. സിവിൽ ഏവിയേഷൻ അതോറിറ്റി രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനിലയുള്ള മിക്ക പ്രദേശങ്ങളിലും 48 ഡിഗ്രിക്ക് മുകളിലാണ് താപനില കാണിക്കുന്നത്. അതോടൊപ്പം കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ വേണ്ടത്ര മുൻകരുതൽ നടപടികൾ എടുക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള രണ്ടാമത്തെ നഗരമായി മസ്കറ്റിനെ തെരഞ്ഞെടുത്തു. നമ്പിയോ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് മസ്കറ്റ് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചത്. സിംഗപ്പൂരാണ് 1ാം സ്ഥാനത്ത്. ലോകമെമ്പാടുമുള്ള നഗരങ്ങളിലെ വായു ജല മലിനീകരണം, മാലിന്യ സംസ്കരണം, ശുചിത്വ സാഹചര്യങ്ങൾ, പ്രകാശ ശബ്ദ മലിനീകരണം, ഹരിത പ്രദേശങ്ങൾ എന്നിങ്ങനെയുള്ള മലിനീകരണവുമായി ബന്ധപ്പെട്ട സൂചികകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്പിയോ പട്ടിക തയ്യാറാക്കിയത്. മലിനീകരണ സൂചികയിൽ മസ്കറ്റ് മികച്ച റേറ്റിംഗ് ആണ് നേടിയത്. കർശനമായ സുസ്ഥിരതയും ശുചിത്വ നിലവാരവും ഉയർത്തിപ്പിടിക്കുവാനുള്ള നഗരത്തിന്റെ ശ്രമങ്ങളുടെ തെളിവാണ് ഈ നേട്ടം. പാരിസ്ഥിതിക ശ്രമങ്ങൾക്ക് പേരുകാട്ട മറ്റു പ്രധാന ഏഷ്യൻ നഗരങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മികച്ച സ്ഥാനത്താണ് ഒമാൻ. ഈ ബഹുമതി പ്രദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും സുരക്ഷിതവും പാരിസ്ഥിതിക ഉത്തരവാദിത്വമുള്ളതുമായ ജീവിത രീതിയെ പ്രോത്സാഹിപ്പിക്കുന്ന മസ്കറ്റിന്റെ പ്രതിബദ്ധതയ്ക്കുള്ള അംഗീകാരം കൂടിയാണ്. ഒമാനിൽ കഴിഞ്ഞ വർഷം പുതുതായി 221 HIV കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 54 പേർ സ്ത്രീകളാണ്. ഇതോടെ ഒമാനിൽ ആകെ HIV ബാധിതരുടെ എണ്ണം 2339 ആയി. രോഗം മറച്ചുവെക്കലും വിവേചനവുമെല്ലാം ആരോഗ്യ പരിപാലന സേവനങ്ങൾക്ക് പ്രധാന തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെന്ന് സെന്റർ ഫോർ ഡിസീസസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനിലെ ഇമ്മ്യൂണോ ഡിഫിഷ്യൻസി ആൻഡ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫർമേഷൻ വിഭാഗം മേധാവി ഡോക്ടർ സയാന ബിൻ ഖൽഫാൻ അൽ ഹബ്സിയ പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ 70% ലൈംഗിക ബന്ധങ്ങളിലൂടെയും മറ്റുള്ളവ മയക്കുമരുന്ന് പങ്കിടൽ, അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് പകരൽ എന്നിവയാണെന്നും അവർ പറഞ്ഞു. അതേസമയം രക്തപ്പകർച്ച മൂലമുള്ള കേസുകളൊന്നും തന്നെ രാജ്യത്ത് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇറാനിൽ നിന്നും 2 സ്വീഡിഷ് പൗരന്മാരെ മോചിപ്പിക്കുവാൻ ഒമാൻ നടത്തിയ ശ്രമങ്ങൾക്ക് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അൽ സയ്യിദിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്വീഡിഷ് രാജാവ് കഴിഞ്ഞ ദിവസമാണ് കേൾ 16 ഗുസ്താഫ് സുൽത്താനെ ഫോണിൽ വിളിച്ച് നന്ദി അറിയിച്ചത്. 2 സ്വീഡിഷ് പൗരന്മാരെ മോചിപ്പിക്കാനും അവരെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരുവാനും തന്റെ രാജ്യവും ഇറാനും തമ്മിൽ ധാരണയിലെത്താൻ ഒമാൻ നടത്തിയ ശ്രമങ്ങൾക്ക് രാജാവ് സുൽത്താനോട് നന്ദി പറഞ്ഞുവെന്ന് ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. നേരത്തെ 2 വർഷത്തോളം തടവിൽ കഴിഞ്ഞിരുന്ന ഫ്രഞ്ച് പൗരനെ ഒമാന്റെ ഇടപെടലിനെ തുടർന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഇറാൻ മോചിപ്പിച്ചിരുന്നു. മോചനത്തിന് ഇടപെട്ട ഒമാൻ സർക്കാരിന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും നന്ദി അറിയിച്ചിരുന്നു. പ്രവാസി സ്ത്രീകളെ അപമാനിക്കുകയും മോഷണം നടത്തുകയും ചെയ്ത സംഭവത്തിൽ 3 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ദുരുപയോഗം, മോഷണം എന്നീ കുറ്റങ്ങൾ ചുമത്തി വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഇവരെ പിടികൂടിയത്. ഏഷ്യൻ പൗരത്വമുള്ള 3 പ്രവാസി സ്ത്രീകളാണ് മോഷണത്തിനും മറ്റും ഇരയായത്. അറസ്റ്റിൽ ആയവർക്കെതിരായ നിയമ നടപടികൾ ആരംഭിച്ചതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. താമസ ഏരിയകളിൽ വെയർ ഹൗസുകൾ പ്രവർത്തിപ്പിക്കരുതെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി. ഇത്തരം അനധികൃത ഗോഡൌണുകൾ തടയുവാനുള്ള നടപടി മുനിസിപ്പാലിറ്റി ഊർജിതമാക്കി. ഇത്തരം വെയർഹൌസുകൾ അയൽപ്പക്കങ്ങളുടെ സുരക്ഷയ്ക്കും പൊതുജനാരോഗ്യത്തിനും ഭീഷണി സൃഷ്ടിക്കുന്നതാണ്. ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മുനിസിപ്പാലിറ്റിയുടെ 1111 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം Bring home your exchange. 100 years of tradition. We exchange trust. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.